ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബി പോസിറ്റീവ് വിത്ത് ശൈലു എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പൈനാപ്പിൾ മോര് കൂട്ടാൻ ഉണ്ടാക്കാം. നിങ്ങൾ പൈനാപ്പിൾ കാളൻ എന്നായിരിക്കും പറയണത്, പക്ഷേ ഞാനിവിടെ പൈനാപ്പിൾ മോര് കൂട്ടാൻ, പൈനാപ്പിൾ ഇട്ട് വെച്ച മോര് കൂട്ടാനെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് പൈനാപ്പിൾ ഒരു ചെറിയ കഷ്ണം തൊണ്ട് കളഞ്ഞ് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു മൺപാത്രം, നമ്മൾ മോര് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു മണ്ണിൻ്റെ കലം വാങ്ങിച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ കഴിക്കാൻ പറ്റുള്ളൂ. മീൻകറിയൊക്കെ വെക്കണേൽ മോര് കൂട്ടാൻ ഉണ്ടാക്കിയാൽ കൊള്ളില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രത്യേകം കലമാണ് കേട്ടോ എൻ്റെ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇപ്പോൾ കറി വയ്ക്കാനായിട്ട് അറിയില്ലാത്ത കുട്ടികൾക്കും ഒരു ടിപ്പാണ്. എല്ലാ കറികൾക്കും ആവശ്യമുള്ള 3 ഇൻഗ്രീഡിയൻസാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ചിലരൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷേ എന്ത് കറിക്കും മഞ്ഞൾപ്പൊടി സ്വല്പം ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്ന് ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ ചെറിയൊരു കറിവേപ്പില ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച്, ഒരു സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കാം കേട്ടോ. അങ്ങനെ അതിലേക്ക് 3 പച്ചമുളകും കീറിയിടാം. പച്ചമുളകും ഇവിടെ ഉണ്ടായതാണ്. നമുക്ക് അത്യാവശ്യം പച്ചക്കറികളെല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലത്ത് കൃഷി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തൈകളൊക്കെ കിട്ടും കേട്ടോ. പയർ, മുളക്, വെണ്ട, വഴുതന ഇതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ മഴക്കാലത്താണ് ഇതെല്ലാം കൃഷിഭവൻ വഴി, കൃഷി ഓഫീസ് വഴി നമുക്ക് കിട്ടുന്നത് കേട്ടോ. കൃഷി വകുപ്പിൽ എന്തായാലും ഉണ്ട്, ഞാൻ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങി വെച്ച മുളക് ചെടിയാണ് എൻ്റെ. ഇഷ്ടം പോലെ കായ്കളും ഉണ്ടായിട്ടോ. അപ്പം നമുക്ക് അത് അടുപ്പത്ത് വയ്ക്കാം. ഇതൊരു പ്രത്യേക സൈസ് മൂടിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വേറെ പിടിയുള്ള മൂടി കാണിച്ചു തന്നിരുന്നില്ലേ, ഇത് വേറൊരു തരം മൂടിയാണ് കേട്ടോ. ഇങ്ങനത്തെ മൂടിയൊക്കെ വെച്ച് നമ്മൾ കറി പാകം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അലുമിനിയം മൂടികളൊക്കെ ഉപയോഗിക്കാതിരിക്കുക, അലുമിനിയം പാത്രങ്ങളും ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മോരുകറി ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാമ്പഴക്കാളനും അതുപോലെ പൈനാപ്പിൾ ഇട്ട കാളനും ഒക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അതിന്. നന്നായിട്ട് തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കാനായിട്ട് അതിലേക്ക് ആദ്യം തന്നെ 2 വെളുത്തുള്ളി അല്ലി, ഒരു വലിയ ചുവന്നുള്ളി അല്ലി, സ്വല്പം സാധാരണ ജീരകം ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു, ഞാൻ തേങ്ങ ഒരുമിച്ച് ചിരവി ഫ്രീസറിൽ സൂക്ഷിക്കാറാണ് പതിവെന്ന്. ഒരു 3 തേങ്ങ ചിരവി വയ്ക്കും. നമുക്ക് നല്ല എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാനൊന്നും മടി ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ മടിയുള്ളവർക്ക് ഈ തേങ്ങ അരയണ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര അലസതയായിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാകും. ഒറ്റ തവണ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് അരപ്പിനായിട്ട് മോരൊഴിച്ച് കൊടുക്കാം. നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കുന്ന മോര്, വലിയ പുളിയില്ലാത്ത മോരാണ് ഇതുപോലെയുള്ള കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പോൾ മോര് ഇന്നലെ ഒഴിച്ചുള്ളൂ. അപ്പോൾ അതിന് പുളിയുണ്ടോയെന്ന് നോക്കണം ഞാൻ. നമ്മൾ തന്നെ കുറച്ച് മോര് പാൽ വാങ്ങിച്ച് കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ വാങ്ങാൻ കിട്ടുന്ന മോരിലെല്ലാം എന്തെങ്കിലും ചീത്തയാകാതിരിക്കാൻ ചേർക്കണ്ടാവും. അതുകൊണ്ട് അതിനത്ര ടേസ്റ്റ് ഇല്ല. അപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുറുകുറാന്ന് തേങ്ങ ഒഴിക്കണം കേട്ടോ. ഈ തേങ്ങയിലേക്ക് മോരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്വാദാണ് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുത്. നമുക്ക് കറിക്ക് വേണ്ടി ആദ്യം കഷ്ണങ്ങൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒഴിക്കണ വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് തേങ്ങ അരച്ച മിക്സി ഒന്ന് കഴുകി വെള്ളം ഒഴിക്കാവുള്ളൂ. അല്ലാതെ ഒത്തിരി വെള്ളം ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്.
ഇനി അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ, സ്വല്പം നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും കേട്ടോ. വെണ്ണയാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊന്നും നെയ്യുണ്ട്, എന്നാലും ഞാൻ ഒഴിച്ചില്ല, മറന്നുപോയി. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ചട്ടി ചൂടാകുമ്പോഴാട്ടോ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊട്ടില്ല, കയ്പ്പ് സ്വാദായിരിക്കും കടുകിന്. അപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ലാസ്റ്റ് വഴണ്ട് വരുമ്പോഴാണ് ഈ ഉള്ളി ശരിക്കും മൂത്ത് വരുമ്പോഴാട്ടോ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വറ്റൽമുളകിനൊരു കയ്പ്പ് സ്വാദായിരിക്കും. അത് കറിയിൽ കിടക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ. അത് ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ അത് കടിച്ച് കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്, നല്ല രുചിയാണ് അതിന്. മതിക്കാൻ വേണ്ടിയല്ലേ ഇത് ഉണ്ടാക്കണേ. മാമ്പഴത്തിനകത്ത് ശർക്കരയൊക്കെ ഇടും. ഇതിനകത്ത് വേണമെങ്കിൽ ശർക്കര ഇടാറുണ്ട്. ഇനി നിങ്ങൾക്കൊന്നും മധുരമുള്ള ഇഷ്ടമില്ല, അതുകൊണ്ട്. ഉള്ളി ശരിക്കും വഴണ്ടി കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും, നല്ല ഒരു മൂത്ത സ്മെല്ല്. അന്നേരമാണ് നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചെടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ച് താളിക്കാം കേട്ടോ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു പൈനാപ്പിൾ കൂട്ടാൻ റെഡിയായി കേട്ടോ. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ താളിച്ചൊഴിച്ചിട്ട് നമ്മൾ മൂടി തന്നെ വെക്കണം കേട്ടോ, അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടി, ആ താളിച്ച സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കേ.